നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തിനാ പ്രിയൻ ചേട്ടാ എന്നെ കൊണ്ട് ഈ കോലം കെട്ടിക്കുന്ന? വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറക്കാൻ എന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. അമ്മ എന്തായാലും ലിവിംഗ് റൂമിൽ നിന്ന് മാറാനും പോകുന്നില്ല. തനിക്കാണെങ്കിൽ കൃത്യസമയത്ത് കമ്പനിയിലും എത്തണം. അതിന് ഇതിട്ടതുകൊണ്ട് എന്താ ഗുണം? നേരെ ലിവിംഗ് റൂം വഴി പുറത്തിറങ്ങി അങ്ങ് പോയാ മതി. അമ്മ പുറകേന്ന് കണ്ടാൽ തന്നെ ഞാനാണെന്ന് കരുതിക്കോളും. അപ്പൊ പ്രിയൻ ചേട്ടൻ എങ്ങനെ പുറത്തിറങ്ങും? അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. താൻ വേഗം ഇറങ്ങാൻ നോക്ക്. എനിക്കെന്തോ ഇതൊന്നും അത്ര ശരിയാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. വെറുതെ ഓരോന്ന് ആലോചിച്ച് അവസാനം കമ്പനിയിലെത്താൻ വൈകി കഴിഞ്ഞാൽ കരുണാകരന്റെ വായിലിരിക്കുന്നതെല്ലാം കേൾക്കേണ്ടി വരും. അത് വേണോ? വേണ്ട. എന്നാ വേഗം ഇറങ്ങാൻ നോക്കൂ. പ്രിയ, എന്താ അമ്മേ? നീ എന്തിനാ ഏത് സമയം പുറത്തേക്ക് പോകുമ്പോ മുറിയുടെ വാതിൽ പൊട്ടിട്ട് പോന്നേ? ഇന്ന് അടയ്ക്കണ്ട, ഞാൻ സമയം കിട്ടുമ്പോ അടിച്ചു വാരിക്കോളാം. അടുത്ത പുലിവാല്. ശരിയമ്മേ. അമ്മ മുറി കയറിയ തന്റെ സാധനങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്ത് മാറ്റി വെച്ചു. എന്റെ എല്ലാ സാധനങ്ങളും കട്ടിന്റെ അടിയിലാ വച്ചിരിക്കുന്നത്. നേരത്തെ ഇട്ടിരുന്ന ഡ്രസ്സ് മാത്രം ബാത്റൂമിലുണ്ട്. അതെന്തിനാ അവിടെ വെച്ചത്? അതും കൂടി എടുത്ത് ബാഗിൽ വെച്ചോ? അത് ശരിയാവില്ല. എന്തു പറ്റി? ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി തൽക്കാലം ഞാൻ ഈ വേഷം ഇട്ടെന്നേ ഉള്ളൂ. ഇതും ഇട്ടോണ്ട് കമ്പനിയിലേക്ക് പോകാൻ പറ്റുമോ? പുറത്തിറങ്ങിയാ ഇതൊക്കെ മാറ്റിയിടണം. എന്നാ ആ തുണി എടുത്ത് ബാഗിൽ വെക്ക്. ഞാൻ വരുമ്പോ കൊണ്ടുവരാം. ഞാൻ തുറന്നു നോക്കട്ടെ. ഇങ്ങനെ. ഇതുവരെയും തുന്നല് കഴിഞ്ഞിട്ടില്ല. പാറിച്ചല്ലേ. എനിക്ക് നല്ല പേടിയുണ്ട് പ്രിയൻ ചേട്ടാ. പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ട് വയ്ക്കോ. പ്രിയൻ ചേട്ടന്റെ കൈ വരയ്ക്കുന്നുണ്ടല്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് ധൈര്യം ഉണ്ടാവുമ്പോ എന്റെ കൈകൾ ഇങ്ങനെ വിറയ്ക്കും. ഞാൻ വിശ്വസിച്ചു. നീ ഓരോന്ന് പറഞ്ഞ് സമയം കളയാതൊന്ന് പോവാൻ നോക്ക് പാറു. ഇതല്ലാതെ വേറൊരു വഴിയല്ലേ? ഇല്ല, അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ച് ഇറങ്ങിക്കോ. അയ്യപ്പാ രക്ഷിക്കണേ. എന്നെയും രക്ഷിക്കണേ. ചെല്ല്. ധൈര്യം. എടാ പ്രിയ, നീയൊന്നും കഴിക്കാതെയാണോ പോകുന്നേ? നീയല്ലേ കാപ്പി വേണമെന്ന് പറഞ്ഞത്? എന്നിട്ട് നീ അടുക്കളയിലേക്ക് പോയില്ലല്ലോ. ഭക്ഷണം കഴിക്കാതെ പോവാനുള്ള പരിപാടിയാണോ? എന്തിനാ നീ ധൃതി കൂട്ടുന്നത്? എന്തെങ്കിലും കഴിച്ചിട്ട് പോ. എടാ, ഇങ്ങനെ കുന്തം പിഴിഞ്ഞത് പോലെ നിൽക്കാതെ വല്ലതും പറ. ഇവൻ ഇപ്പോഴേ ഒരുപാട് വൈകി. ഞാനേ ഇന്റർവ്യൂവിന് പോകുന്ന വഴിക്ക് വല്ലതും കഴിച്ചോളാം. എടാ നിക്ക്. കുറച്ചു ദിവസമായിട്ട് ഇവരുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ. ഏത് സമയം മുറിക്കുള്ളിൽ തന്നെ പൂട്ടിയിരിക്കും.
എന്താണാവോ മുറിയിലുള്ളത്? എന്തായാലും മുറി അടിച്ചു വരുമ്പോ നോക്കാം. രക്ഷപ്പെട്ടു. അമ്മയ്ക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ല. ഈ ഗ്യാപ്പ് നോക്കി മുങ്ങുന്നതാണ് ബുദ്ധി. ഹലോ, എടാ, നീ കുറച്ചു മുമ്പേ പുറത്തേക്ക് പോയതല്ലേ? പിന്നെങ്ങനെ ഇവിടെ? ഞാൻ എപ്പോഴാ പുറത്തേക്ക് പോയത്? ഞാൻ എന്റെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇപ്പൊ എന്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ.